മഴക്കാലമൊക്കെയാണല്ലോ, നമുക്കൊരു നെല്ലിക്ക ലഡു ഉണ്ടാക്കുക. അപ്പോൾ നെല്ലിക്ക ലഡുവിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നെല്ലിക്കയാണ്. അപ്പോൾ നെല്ലിക്കയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെല്ലിക്കയിലുള്ള വൈറ്റമിൻ സി, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ, ചൂടാക്കിയാലൊന്നും പെട്ടെന്ന് തന്നെ നശിച്ചു പോകില്ല. അതിൻ്റെ പ്രൊട്ടക്റ്റഡ് ഇൻഗ്രീഡിയൻസ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതായത് നമ്മൾ ഫ്രൈ ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ അതിൽ ഒരു 50% പോകും. പക്ഷെ സ്ലോ കുക്കൊക്കെ ചെയ്യണമെങ്കിൽ ഒരു 80% റിട്ടേൺ ചെയ്യും. അപ്പോൾ ഈ നെല്ലിക്ക, ഇവിടെ നമ്മൾ നെല്ലിക്ക ലഡു ഉണ്ടാക്കുമ്പോൾ നെല്ലിക്ക, അതുപോലെ ഡേറ്റ്സ്, കുറച്ച് ഫ്ലേവറിന് ഏലക്കായ, നെയ്യ്, പിന്നെ നമുക്ക് നട്ട്സൊക്കെ ഇടാം, നട്ട്സ്, കോക്കനട്ടൊക്കെ ഇടാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇത് ചുവനപ്രാശത്തിൻ്റെ കഥ കേട്ടിട്ടില്ലേ? ചുവനപ്രാശം കഴിച്ചിട്ട് ചുവന മഹർഷി ചെറുപ്പമായി. അതായത് ചുവന മഹർഷിയല്ല, തപസ്സൊക്കെ ചെയ്യാൻ പോയി അങ്ങനെ ക്ഷീണിച്ചു. അപ്പോൾ മഹർഷിയുടെ ഭാര്യ സുകന്യയ്ക്ക് ചെറുപ്പാക്കണം. അപ്പോൾ നമ്മുടെ അശ്വിനി കുമാരന്മാർ, അവരാണ് ഗോഡിൻ്റെ ഡോക്ടേഴ്സ്. അവർ വന്നിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളതാണ് ചുവനപ്രാശത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് നെല്ലിക്ക. അതുകൂടാണ്ട് കുറേ ഒരു 40ഓളം വേറെ മെഡിസിൻസ് അതിലുണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് ചുവന മഹർഷി പണ്ട് ചെറുപ്പമായി എന്നാണ് പറയുന്നത്. സുകന്യ ചെറുപ്പമായിരുന്നു, അതുപോലെ ചെറുപ്പമായി. അതായത് അതിൽ ആൻറ്റി ഓക്സിഡൻ്റാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നെല്ലിക്ക ഈ മഴക്കാലത്ത് എപ്പോഴും അസുഖങ്ങൾ വരുന്ന സമയമുള്ളൂ. അപ്പോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നെല്ലിക്ക ലഡു ഉണ്ടാക്കാം. നെല്ലിക്ക ലഡുവിൽ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. നെല്ലിക്ക, ഡേറ്റ്സ്, അല്ലെങ്കിൽ മധുരത്തിന് ശർക്കര ഇടാം, പിന്നെ കോക്കനട്ട്, അത് ഓപ്ഷണൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഏലക്കായ, ഫ്ലേവറിന് നെയ്യ് വേണം, പിന്നെ നട്ട്സുകൾ ചോപ്പ് ചെയ്തത്. അപ്പോൾ നെയ്യ് ഒഴിക്കുക. നെയ്യ് എപ്പോഴും നമ്മൾ നെയ്യ് എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. നെയ്യ് നല്ല ഹെൽത്തി ഫാറ്റ്സാണ്. അപ്പോൾ ഈ നമ്മുടെ നെല്ലിക്ക ഉണ്ടല്ലോ, ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീം ചെയ്തിട്ട് ഇങ്ങനെ വേഗം കഴിയും. ഗ്രേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും. സ്റ്റീം ചെയ്തിട്ട് അതിങ്ങനെ ഷ്രെഡ് ചെയ്ത് മിക്സിയിലിട്ടൊന്ന് ആക്കിയെടുത്താലും മതി. അതിങ്ങനെ വാടി വരില്ലേ. നെല്ലിക്ക സ്ലോ കുക്ക് ചെയ്യണം. നെല്ലിക്കയാണ്, അപ്പോൾ അതിൻ്റെ വൈറ്റമിൻ സി നമുക്ക് റിട്ടേൺ ചെയ്യണം. അപ്പോൾ സ്ലോ കുക്ക് ചെയ്തിട്ട് അതിങ്ങനെ സോഫ്റ്റ് ആവും. ആ സമയത്ത് നമ്മുടെ ഡേറ്റ്സ് മിക്സിയിൽ നല്ലപോലെ സ്മാഷ് ചെയ്തിട്ട് ഇതിൽ മിക്സ് ചെയ്യുക. പിന്നെ മിക്സ് ചെയ്ത് കുറച്ച് നേരം മിക്സ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഒരു ലഡുവിൻ്റെ പരിവറിയല്ല, ഇങ്ങനെ റോൾ ചെയ്ത് വരും. നമ്മൾ നട്ട്സ് ചോപ്പ് ചെയ്ത്, ഞാനിവിടെ ആൽമണ്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ നമുക്ക് മിക്സ് നട്ട്സ് ഇടാം. അതായത് ആൽമണ്ട്, പിസ്ത ബദാം, കാഷ്യൂ, വാൾനട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇടാം. നട്ട്സ് നല്ലതാണല്ലോ. ഇപ്പം മൺസൂണാണ്, ബോഡി ചൂടാവാനും ഹെൽത്തി ഫാറ്റ്സ് കിട്ടാനും നല്ലതാണ്. പിന്നെ നമ്മുടെ ഏലക്കായുടെ പൊടി ഇട്ടുള്ളൂ. അത് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യണം. ഏലക്കായുടെ പൊടിയൊക്കെ ഇടുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്താൽ ഫ്ലേവർ ശരിക്കും കിട്ടുള്ളൂ. ഓഫ് ചെയ്യുക. പിന്നെ നമ്മുടെ സാധാരണ പോലെ ഇതേപോലെ ലഡു ഉണ്ടാക്കുക. അപ്പോൾ നെല്ലിക്ക ലഡു എന്ന് ടേസ്റ്റ് ഇല്ലേന്നൊന്നും വിചാരിക്കേണ്ട. ഇവിടെ ഗസ്റ്റൊക്കെ വന്നിട്ട് നെല്ലിക്ക ലഡു കഴിച്ചു, നെല്ലിക്ക ലഡു എന്ന് പറഞ്ഞിട്ട്, പക്ഷേ ഒരെണ്ണം കൊടുത്തിട്ട് 4-3 ഒക്കെ കഴിച്ച ചരിത്രമുണ്ട്. അതായത് അത്ര ടേസ്റ്റ് ഉണ്ട്. നമ്മൾ നെല്ലിക്ക ലഡു എന്ന് വെക്കുമ്പോൾ അങ്ങനെ ടേസ്റ്റ് ഇല്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഇത് വളരെ വളരെ ടേസ്റ്റിയാണ്, ഈസി ടു മേക്കാണ്. അപ്പോൾ എല്ലാവരും നെല്ലിക്ക ലഡു എന്തായാലും മൺസൂണൊക്കെ അല്ലേ, നിറച്ച് വൈറൽ ഫീവറും പിന്നെ കോവിഡും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു രക്ഷപ്പെടാൻ ആകെ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുക. ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായത് വൈറ്റമിൻ സി. അപ്പോൾ വൈറ്റമിൻ സി ഇതേപോലെ കഴിക്കുക, അല്ലെങ്കിൽ നെല്ലിക്ക ഡെയിലി കഴിക്കുക. നെല്ലിക്കയിലുള്ള വൈറ്റമിൻ സി വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു നെല്ലിക്കയൊക്കെ ഡെയിലി കഴിച്ചാൽ മതി. ഒരു വലിയ നെല്ലിക്ക. വൈറ്റമിൻ സി വാട്ടർ സോലുബിളാണ്. വാട്ടർ സോലുബിൾ എന്ന് പറഞ്ഞാൽ എക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫിൽറ്റർ ചെയ്ത് പോകും. പക്ഷേ വൈറ്റമിൻ ഈ നെല്ലിക്കയിൽ ഓക്സലേറ്റ് ഉണ്ട്. അപ്പോൾ എക്സസ് ആണെങ്കിൽ അത് പിന്നെ സ്റ്റോൺ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നെല്ലിക്ക കഴിക്കുമ്പോൾ നെല്ലിക്ക അല്ലേന്ന് വെച്ചിട്ട് കുറേ കഴിക്കില്ല. അധികമായ അമൃതും വിഷമാണ്. ഒരെണ്ണം കഴിക്കും.